ഡൽഹി ചെങ്കോട്ടയിൽ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സ്ഫോടനം ഇസ്ലാമിക ഭീകരർ നടത്തിയ ചാവേർ ആക്രമണമാണ് എന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ നടന്നത് സ്ഫോടനമാണോ ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പല ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്ഫോടനത്തെ തുടർന്ന് അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങളനുസരിച്ച് ചാവേർ ആക്രമണമാണ് എന്ന് നടന്നത് എന്ന് വ്യക്തമായ കാര്യമാണ്. ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണ് ഇത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതോടെ ഈ ആക്രമണത്തിന് പിന്നിൽ ആരുടെയൊക്കെ കരങ്ങളാണ് ഉള്ളത് എന്നും വെളിപ്പെടുക തന്നെ ചെയ്യും. ഫരീദാബാദിൽ പിടിയിലായ സംഘത്തിൻ്റെ ഭാഗമായ ഉമർ നബി എന്ന ഭീകരനാണ് കാറിൽ സ്ഫോടക വസ്തുവുമായി എത്തി പൊട്ടിത്തെറിച്ചത്. കൂട്ടാളികളെ പോലെ താനും ഉടൻ പിടിയിലാകുമെന്ന് കരുതി തിടുക്കത്തിൽ ഇങ്ങനെയൊരു ആക്രമണം നടത്താൻ ഈ ഭീകരർ തയ്യാറാവുകയായിരുന്നു. കശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഇയാൾ. രാജ്യതലസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ ഇടങ്ങളിൽ ഒന്നായ ചാന്ദിനി ചൗക്കിൽ സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടത് എന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാതിരുന്നത് ഭാഗ്യമായി. അല്ലായിരുന്നുവെങ്കിൽ വലിയ ആൾനാശം സംഭവിക്കുക തന്നെയായിരുന്നു. കറുത്ത മാസ്ക് ധരിച്ചയാൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവരികയുണ്ടായി. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഈ കാറ് 3 മണിക്കൂർ നിർത്തിയിടുകയും ചെയ്തിരുന്നു. പലതവണ കൈമാറിയ കാറിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖ് എന്നയാളാണ് എന്നും ദില്ലി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങളാണുള്ളത് എന്ന് ഇതിനോടകം വെളിപ്പെട്ട വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലക്നൗ സ്വദേശി ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാനും റിക്രൂട്ട്മെൻറ്റ് നടത്താനുമായി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടിയിൽ മുഖം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ തങ്ങൾക്ക് ഇപ്പോഴും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിലാണ്. ചെങ്കോട്ടയിലെ ആക്രമണത്തെ തുടർന്ന് ഭീരുക്കളായ പാക് ഭരണാധികാരികൾ ഭയന്ന് വിറയ്ക്കുകയാണ്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ആ രാജ്യത്തിൻ്റെ പങ്ക് വ്യക്തമാവുന്നുമുണ്ട്. ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ കണക്ക് പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആക്രമണത്തെ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഗൂഢാലോചനക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോഴും ഇതേ പ്രതികരണമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. അനന്തരഫലം എന്തായിരുന്നുവെന്ന് ലോകം കണ്ട കാര്യവുമാണ്. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുമെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല എന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ അത് വെറും വാക്കാവുകയില്ല. ലഭ്യമായ വിവരമനുസരിച്ച് അഭ്യസ്തവിദ്യരായ ആളുകളാണ് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഡോക്ടർമാരാണ് ഇവരെന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ചാവേറായ ഉമർ നബിയുടെ പിതാവിനെ പുൽവാമ ആക്രമണത്തെ തുടർന്ന് ചോദ്യം ചെയ്തിട്ടുള്ളതാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അറിവില്ലായ്മയും ദാരിദ്ര്യവുമാണ് ഭീകരവാദത്തിലേക്ക് പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള വാദമുണ്ട്. ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളത് സ്ഥാപിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ശരിയല്ല എന്ന് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഭാരതത്തിൽ നടക്കുന്ന ഓരോ ഭീകരാക്രമണവും രാജ്യത്തിനകത്ത് നിന്ന് ഇത്തരം ആക്രമണങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണയും തെളിയിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖം തിരിച്ചറിയുക എന്നതാണ് ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടത്. എന്ത് കാരണത്താലായാലും ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത് കൂടുതൽ അത്യാപത്ത് ക്ഷണിച്ചു വരുത്തും. ഈ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഭീകരവാദത്തോട് മൃദു സമീപനം പാടില്ല. ഭീകരവാദികൾക്ക് മനുഷ്യാവകാശവുമില്ല. അവരെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ സമാധാനത്തിലേക്ക് കുറുക്ക് വഴിയുമില്ല.